നമ്മുടെ കോവിഡ് സമയത്ത് ഫ്ലൈറ്റുകളെല്ലാം നടത്തിയപ്പോൾ സർക്കാരിൻ്റെ ഫ്ലൈറ്റുകളായി. അപ്പോൾ അത് എമർജൻസി ആയിട്ട് വരേണ്ടവരെ കൊണ്ടുവരുന്നതിന് പകരം അവർ വന്ദേ ഭാരത് മിഷൻ കോവിഡ് സമയത്തുള്ളത്. അതെയോ? അപ്പോൾ ചേട്ടന് അന്ന് എവിടെയായിരുന്നു? ഞാൻ സൗദി അറേബ്യയിലായിരുന്നു. അപ്പം എങ്ങനെയാണ് അതിൻ്റെ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ? കാര്യങ്ങൾ ഇത് ഏജൻസി വഴി. എത്ര ദിവസം കൊണ്ട് കിട്ടി ടിക്കറ്റൊക്കെ? ഒരു 10 ദിവസമൊക്കെ എടുത്തു. വരാൻ തയ്യാറായി നിൽക്കുന്ന സമയത്ത് ഒന്നും കിട്ടിയില്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ മൊത്തം ബ്ലോക്കായി, ഇങ്ങോട്ടും ഇങ്ങോട്ടും യാത്രയൊന്നുമില്ല. അത് കഴിഞ്ഞ് പിന്നെ ഒരു വരാൻ വേണ്ടി ഇങ്ങനെ നിന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഓക്കെ ആയി. പിന്നെ വന്ദേ ഭാരത് തന്നെ കിട്ടി, അതിൽ തന്നെ കയറി വന്നു. അപ്പോൾ എന്താണ് ഇങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചത്? അപ്പോൾ ആ കോവിഡ് സമയത്ത് എല്ലാവരും വട്ടി വരാൻ നിന്നതാ. നിന്ന സമയത്താണ് ഇങ്ങനെ ഒരു പ്രശ്നമായി, ഫ്ലൈറ്റ് ക്യാൻസലായി. പിന്നെ അത് കഴിഞ്ഞ് ഈ വന്ദേ ഭാരത് മിഷനിൽ കയറി വന്നത്. ഞാനന്ന് തിരുവനന്തപുരത്ത് ഒരാളെ ഞാൻ കോഴിക്കോട്ടാന്ന് ഇറങ്ങിയത്. അതെ. അപ്പം കൂട്ടത്തിൽ മറ്റുള്ളവർക്കൊക്കെ ടിക്കറ്റ് കിട്ടാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് ആ സമയത്തുണ്ടായിരുന്നു? പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. നമ്മൾ പോയി ബുക്ക് ചെയ്ത സമയത്ത് ഞാൻ അക്ബർ ട്രാവൽസ് വഴിയായിരുന്നു. അപ്പോൾ തന്നെ ആ സമയത്ത് തന്നെ, അതായത് ഒരു 4-5 ദിവസത്തെ ഇതിൽ വ്യത്യാസത്തിൽ. ഏകദേശം ഡേറ്റ് ഓർമ്മയുണ്ടോ? ഡേറ്റ് ഓർമ്മയില്ല. ഈ വന്ദേ ഭാരത് ഫ്ലൈറ്റ് തുടങ്ങിയ ഉടനെയാണോ അതോ കഴിഞ്ഞ് കുറേ മാസങ്ങൾ കഴിഞ്ഞിട്ടാണോ? തുടങ്ങി ഒരു മാസം കഴിഞ്ഞപ്പോഴാണ്. ഒരു മാസം കഴിയുമ്പോഴത്തേക്കും പോന്നു. പക്ഷെ അപ്പോഴും ഈ ഒത്തിരി നേഴ്സുമാരുടെ ഒക്കെ ഇപ്പോൾ കേസുകളൊക്കെ കിടപ്പുണ്ടായിരുന്നല്ലോ, അവർക്ക് സീറ്റുകൾ കിട്ടുന്നില്ല എന്നൊക്കെ ഉള്ളത്. അത് വരുമല്ലോ സാധാരണയൊന്നുമല്ല. അതാ പറഞ്ഞ ആ സമയത്ത് പൈസ കൂടുതലായിരുന്നു. ഏകദേശം എത്ര രൂപ കൊടുക്കേണ്ടി വന്നു? അത് സാധാരണ വരുന്നതിനേക്കാളും നമ്മളവിടുത്തെ റിയാലിൻ്റെ ഇതിലല്ലേ വെച്ച് കണക്ക് കൂട്ടുന്നത്. അപ്പോൾ അത് കണക്ക് കൂട്ടുമ്പോഴത്തേക്ക് ഒരു 10-800 റിയാലിൻ്റെ വ്യത്യാസമുണ്ട്. 800 റിയാൽ എന്ന് പറയുമ്പോഴത്തേക്ക് 16,000 രൂപയുടെ വ്യത്യാസം. 1200 റിയാലായിരുന്നെന്ന് തോന്നുന്നു വൺ വേ. അതെ. അത് കൂടുതലാണ്. നമ്മൾ നോർമലി വരുമ്പോഴത്തേക്ക് എത്ര 1200 അത്രേ ഉള്ളൂ അപ്പം ഉണ്ടാവും പോയി വരുന്നതിന്. ആ സമയത്ത് ഭയങ്കരമായിട്ട് പൈസ വാങ്ങിച്ചു. ഒരു മിഷൻ എന്ന് പേര് വിട്ട് പൈസയും കൂടുതൽ വാങ്ങിച്ചു. അത് കഴിഞ്ഞ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ വന്നവർക്ക് ഡബിൾ മേടിച്ചല്ലോ, 2400 കൊടുത്തല്ലോ ചാർട്ടേഡ് ഫ്ലൈറ്റ്. അങ്ങനെ മേടിച്ചിട്ടുണ്ട്. അങ്ങനെ ഉണ്ടോ? ഞാൻ വരുമ്പോഴത്തെ ഏകദേശം നോർമലായി തുടങ്ങുന്ന സമയമായിരുന്നു. ഫസ്റ്റ് കഴിഞ്ഞ് അതിൻ്റെ ലാസ്റ്റ് ഘട്ടമായിരുന്നു. അത് കഴിഞ്ഞാൽ ഇവിടെ വന്നതിന് ശേഷമാണ് സെക്കൻഡ് ഘട്ടം ആരംഭിച്ചത്. ഈ അഴിമതി സമയത്ത് ഈ നേഴ്സുമാർക്കൊക്കെ പ്രയോറിറ്റി കിട്ടാത്തതിൻ്റെ ഭാഗത്ത് അപ്പോൾ ഞാനവിടെ സൗദിയിലുണ്ടായിരുന്നു. അപ്പം ഞാനവിടെ വിവരാവകാശ അപേക്ഷ കൊടുത്തതിൻ്റെ പേരിൽ എംബസിയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് എന്നെ ജയിലിലിട്ട് അപ്പം അതിൻ്റെ കേസുകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അഴിമതി ഇപ്പം നമ്മുടെ വിദേശകാര്യമന്ത്രി ഇവിടെ മത്സരിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ പെടുത്തണം. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ കേസിൽ നമുക്ക് കേസ് നടത്തണമെങ്കിൽ നഷ്ടപരിഹാരത്തിന് 10% നമ്മൾ കെട്ടിവെക്കണം. അപ്പോൾ ഈ ഒരു തുക ജനങ്ങൾ ഇങ്ങനെ ഒരു കൊള്ളത്തില്ലാത്തൊരു നിയമം, അതായത് ഒരു വിക്ടിം തന്നെ പൈസ ഉണ്ടാക്കി കെട്ടിവെച്ചാലേ കേസ് എടുക്കുകയുള്ളൂ എന്ന ആ നിയമം ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടി നോട്ടീസിൽ നമ്മുടെ QR കോഡുണ്ട്. അപ്പോൾ അതിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അഴിമതി വിരുദ്ധ കൂട്ടായ്മയുണ്ട്. അപ്പോൾ അതിൻ്റെ ഗ്രൂപ്പുകളിൽ ചേരാം. അതുപോലെ തന്നെ ഒത്തിരി നമ്മുടെ വെബ്സൈറ്റുകളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ കേസിൻ്റെ ഡീറ്റെയിൽ. അപ്പോൾ പറ്റുമെങ്കിൽ അതിലൊക്കെ ഒന്ന് ജോയിൻ ചെയ്യണം. ഓക്കെ ചേട്ടാ, എന്നാണ്ട് വിശേഷമൊക്കെ? തെരഞ്ഞെടുപ്പൊക്കെ എങ്ങനെയുണ്ട്? തെരഞ്ഞെടുപ്പൊക്കെ നല്ല ചൂടിൽ പോണു. 3 പാർട്ടിക്കാരും ബലാബലം അങ്ങനെ മത്സരിക്കല്ലേ. ഇവിടെ ആരൊക്കെയാണ് മത്സരിക്കുന്നത്? ഇവിടെ ഇപ്പം LDF, BJP, UDF. സ്ഥാനാർത്ഥികളുടെ പേരൊക്കെ അറിയാവോ? പേര് പിന്നെ ബി ജോയി, ഇവിടെ അടുത്തുള്ളതാണ്. പെരുങ്കുഴി എന്ന് പറയുന്ന സ്ഥലത്തുള്ളതാണ് ബി ജോയി, LDFിൻ്റെ. പിന്നെ മുരളീധരൻ അകലെയുള്ളതാണ്. അതുപോലെ തന്നെ അടൂർ പ്രകാശ്, രണ്ടുപേരും അകലെയാണ്. മുരളീധരൻ്റെ വീട് എവിടെയാണെന്നറിയോ? കറക്റ്റ് എനിക്ക് അറിയത്തില്ല. അടൂരാ ഭാഗത്ത് എവിടെയാണ് എനിക്ക് തോന്നുന്നത്. അടൂർ പ്രകാശ് ഈ നാട്ടുകാരനല്ല. ഞാൻ അടൂർ അങ്ങ് പോയില്ലേ, എത്ര കിലോമീറ്ററിന് അകലെയായില്ലേ. അപ്പോൾ
ഇവര് ഇതിനു മുമ്പ് ഇവിടെ മത്സരിച്ചിട്ടുണ്ടോ? ഇതിനു മുമ്പ് ആരാണ് ഈ പറഞ്ഞ 3 സ്ഥാനാർത്ഥികൾ ആരെങ്കിലും ഇതിനു മുമ്പ് ഇവിടെ? ഉണ്ടല്ലോ പിന്നെ അടൂർ പ്രകാശ് മത്സരിച്ചാണല്ലോ MP ആയത്. ഇവിടുന്ന് MP ആയതാ. പിന്നെ മുരളീധരൻ ഇപ്പോൾ വന്നാണല്ലോ. മുരളീധരൻ ഇവിടെ മത്സരിച്ചിട്ടില്ല. അപ്പൊ ഇവരുടെ ആരുടെയെങ്കിലും എന്തെങ്കിലും ഒരു നല്ല പ്രവർത്തനങ്ങൾ അറിയാവോ ചേട്ടന്? പ്രവർത്തനം ഇപ്പം ഇവിടെ ജോയിയാണ് നല്ല പ്രവർത്തനങ്ങൾ കൊണ്ടുപോകുന്നെന്ന് പറഞ്ഞാൽ വികസനങ്ങൾ ഇവിടെ ഇപ്പം വർക്കല ഇപ്പോൾ താലൂക്കിൻ്റെ പേരിൽ ഇവിടെ തന്നെ സ്കൂളുകൾ, പിന്നെ ജനാർദ്ദന സ്വാമി ക്ഷേത്രം, അത് എൻ്റെ കുളം നവീകരിച്ചു ഭംഗിയായി തീർത്തു. RDO ഓഫീസ്, പിന്നെ സ്കൂളിൻ്റെ വികസനങ്ങൾ, പിന്നെ അങ്ങനെ നിരവധി കുറച്ചൊക്കെ റോഡുകൾ. അപ്പോൾ എന്ത് കാര്യങ്ങൾക്കും ജോയിനെ വിളിച്ചു കഴിഞ്ഞാൽ ആ സമയം ആ സ്പോട്ടിൽ എത്തുന്നതാണ്. ഈ ബി ജോയി ഇതിനു മുമ്പ് എന്തെങ്കിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അങ്ങനെ എന്തെങ്കിലും തെരഞ്ഞെടുപ്പിൽ ഇവിടെ മത്സരിച്ചായിരുന്നോ? മൂന്നാമത്തെ തവണയല്ലേ ജോയി? ഏത് പഞ്ചായത്താണ്? ജില്ലാ പഞ്ചായത്താണോ, ബ്ലോക്കാണോ? ഇതിപ്പോൾ കറക്റ്റ് അറിയത്തില്ല. ഇവിടെ ഇപ്പോൾ ഇതിപ്പോൾ മൂന്നാമത്തെ തവണയാണ്. 2 തവണയും ഇവിടെ നിന്ന് തന്നെ ജയിച്ചത്. എല്ലാവർക്കും ജനസമ്മതനായ സ്ഥാനാർത്ഥിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ആളാണ്. കാര്യം ചിരിച്ചുകൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി കൂടെയാണ്. അപ്പോൾ നമ്മൾ ഏത് സമയം ഞാനിപ്പോൾ തന്നെ ഇവിടെ നമ്മളൊരു സത്യനാഥ സർവീസ് സൊസൈറ്റിയുടെ 832 ശാഖയുടെ ഒരു പ്രസിഡന്റ് കൂടിയാണ് ഞാൻ. വർക്കല ശ്രീനിവാസപുരം എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ അകലേ ഉള്ളൂ. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു പൊതു കാര്യങ്ങൾക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ, ഒരു മരണത്തിനോ അല്ലെങ്കിൽ ഒരു കല്യാണ ചടങ്ങിനോ എന്ത് കാര്യങ്ങൾക്ക് ഇന്നിപ്പം രാവിലെ ഞാൻ ഈ ഇലക്ഷൻ്റെ ഇതുമായിട്ട് ഇന്ന് ഞാൻ വേറെ ഒരു ചികിത്സാ സഹായമായിട്ടൊരു കുട്ടിക്ക് വേണ്ടി പുള്ളി ബന്ധപ്പെട്ടു. പുള്ളി അത് വേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അത്രയ്ക്കും നമ്മളെ ഒരു സഹോദരൻ്റെ ഒരു സ്ഥാനത്ത് നിന്നുകൊണ്ട് അയാൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരാളാണ് ജോയി. മറ്റുള്ളവരെ ഞാൻ പൊതുവേ കുറ്റം പറയുന്നില്ല. അവരൊക്കെ ഇപ്പം വന്നതാണ്. ഇപ്പോൾ ഇദ്ദേഹം 3 തവണ ആയതുകൊണ്ട് ഇവിടെ എല്ലാവർക്കും പുള്ളീനെ അത്രയ്ക്കും പ്രദർശിതനാണ്. അപ്പൊ ഈ അടൂർ പ്രകാശ് MP ആയിരുന്നല്ലോ. അപ്പൊ ഒത്തിരി MP ഫണ്ടും കാര്യങ്ങളൊക്കെ കിട്ടിയതല്ലേ? അപ്പൊ അദ്ദേഹത്തിന്റെ ഫണ്ട് എന്തെങ്കിലും പ്രവർത്തനം കണ്ടായിരുന്നോ? പുള്ളിയുടെ കാര്യത്തിലും വളരെ ഇതില്ല. നമുക്ക് തെറ്റു പറയാനില്ല. പുള്ളീനെ കണ്ട് കഴിയുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ കേന്ദ്രത്തിൽ നിന്ന് കിട്ടണ്ടേ? കേന്ദ്രത്തിൽ നിന്ന് കിട്ടണമല്ലോ. അത് മാത്രം ഇവിടുത്തെ നമ്മളെ സംസ്ഥാന സർക്കാരിൻ്റെ അത് മാത്രം പോരല്ലോ. കേന്ദ്രത്തിൽ നിന്ന് കിട്ടണം. അപ്പോൾ അതും കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് ഇവിടെ വികസനങ്ങൾ കുറച്ചുകൂടെയൊക്കെ വിപുലീകരിച്ചെടുക്കാൻ കഴിയും. അപ്പം അങ്ങനെ പല കാര്യങ്ങളും അങ്ങനെ ഉണ്ട്. പക്ഷേ ഇവിടെ ഇപ്പം നമുക്കിപ്പോൾ ഒരു ഏറ്റവും നല്ലൊരു ഉപജനായിട്ടൊരു മെമ്പർ വേണമെന്നുള്ള ഒരു സ്ഥാനാർത്ഥി വേണമെന്നുള്ളത് ജോയിയാണ്. കാര്യം ജോയി എന്ന് പറയുമ്പോൾ പുള്ളി ഇവിടെ തന്നെ നമ്മളെ നിയമസഭയിൽ തന്നെ ഇവിടെ എന്ത് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒറ്റ വാക്കുകൊണ്ട് പുള്ളി കാര്യങ്ങൾ സംസാരിച്ച് തീർക്കുന്ന ഒരാളാണ്. കാര്യം വികസനത്തിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ കുട്ടികളെ, പിന്നെ സ്കൂൾ കുട്ടികളെ, അതാണ് മുൻഗണനയായിട്ട് വയ്ക്കുന്നത്. അപ്പോൾ അത് തന്നെ ഇവിടെ വർക്കല താലൂക്കിൽ നല്ല ഒരു ഇത് കാഴ്ചവെച്ചാണ് ജോയി. വി മുരളീധരൻ കേന്ദ്രമന്ത്രിയൊക്കെ ആണല്ലോ. അപ്പൊ അദ്ദേഹത്തിന് ഇഷ്ടം പോലെ ഫണ്ടും അത് സ്വാധീനങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളു. അപ്പൊ വി മുരളീധരൻ ഇവിടെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തായിട്ട് അറിയാവോ? ഇവിടെ ചെയ്തായിട്ട് അറിയില്ല. പക്ഷെ ഇനി അവർ അഥവാ ജയിച്ചു വന്നാൽ ചെയ്യട്ടെ. ജനങ്ങൾക്ക് പുള്ളി അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യും. പിന്നെ അടൂർ പ്രകാശ് ചെയ്യട്ടെ, അദ്ദേഹത്തിനും സപ്പോർട്ട് ചെയ്യും. പക്ഷെ ഇപ്പൊ ഇതിപ്പോൾ 3ാമത്തെ തവണയാണ്. പാർലമെന്റ് ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ടപ്പോൾ പുള്ളീനെ ജയിപ്പിച്ചു വിടണമെന്ന് എല്ലാവർക്കും ഒരു താല്പര്യമുണ്ട്. കാര്യം ഇനി അവിടെ കേന്ദ്രത്തിൽ നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ നേരിട്ട് സംസാരിക്കാനും അതിനുള്ള ചങ്കുറപ്പുള്ള ഒരാളാണ് ജോയി. എൻ്റെ അറിവില് അഴിമതിക്കെതിരെ ഒരു പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് ഇറങ്ങിയതാണ്. ഇപ്പൊ ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ നടക്കുകയാണല്ലോ. ചേട്ടന് ഇവിടുത്തെ സ്ഥാനാർത്ഥികളൊക്കെ അറിയാവോ? അറിയാം. ആരൊക്കെയാ ഇവിടെ മത്സരിക്കുന്നത്? മത്സരിക്കുന്നത് ജോയി, അടൂർ പ്രകാശ്, പി മുരളീധരൻ. ഇവരെ 3 പേരെ അറിയാവോ? നേരിട്ട് അറിയാവുന്നതാണോ ഇവരെയൊക്കെ? നേരിട്ട് അറിയത്തില്ല. ഞാൻ ഇവിടെ ഗൾഫിലായിരുന്നു. ഗൾഫിൽ എവിടെയായിരുന്നു? UAE. എത്ര വർഷമായി വന്നിട്ട്? 4 വർഷമായി. കോവിഡ് തുടങ്ങിയപ്പോൾ വന്നാണോ അതോ കോവിഡിന് ശേഷം? ഇപ്പൊ ഇവിടെ ഇപ്പൊ 4 വർഷത്തെ പ്രവർത്തനം ഇവിടെ ഈ സ്ഥാനാർത്ഥികൾ ആരെങ്കിലും ഈ പ്രദേശത്ത് എന്തെങ്കിലും പ്രവർത്തനം നടത്തുന്ന ചേട്ടൻ കണ്ടോ? പ്രവർത്തനം ഈ ഭാഗത്ത് ജോയി പ്രവർത്തനം ചെയ്യുന്നുണ്ട്. അല്ലാതെ ഇപ്പൊ പാർലമെന്റ് മണ്ഡലത്തിൽ നമുക്ക് അറിയില്ലല്ലോ അങ്ങനെ ഇവിടെയൊക്കെ ഉണ്ടെന്നുള്ളത്. ഇവിടുത്തെ ഈ മണ്ഡലത്തിൽ MLA ആണല്ലോ ജോയി. അതിന്റെ ഒരു വികസനം ഇവിടെ ഉണ്ട്. അത്ര തന്നെ.
അപ്പോൾ വി മുരളീധരൻ കേന്ദ്രമന്ത്രിയായിരുന്നല്ലോ, അപ്പോൾ അദ്ദേഹം ഇവിടെ വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചു വരികയാണെന്ന് തോന്നുന്നു. അദ്ദേഹം ഇവിടെ ഒരു ഇതാക്കി. അപ്പോൾ അദ്ദേഹത്തിന്റെ എന്തെങ്കിലും ഒരു പ്രവർത്തനം ഈ ഏരിയയിൽ നടന്ന ചേട്ടൻ അറിയാവോ? എനിക്ക് അതിനെപ്പറ്റി അത്ര പോരാ, അറിയില്ല. അങ്ങനെ വലുതായിട്ട് ഇവിടെ അങ്ങനെ ഒരു വികസനമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ BJP വരണമെന്നൊരു ആഗ്രഹമുണ്ട്, അത് വേറെ കാര്യം. കേന്ദ്രത്തിൽ ഇപ്പം അങ്ങനെ വരുന്നത് കൊണ്ട് BJP വന്നാൽ ഉപയോഗങ്ങളുണ്ടാവും എന്നൊരു മനസ്സിലുണ്ട്. BJP കർണാടകത്തിൽ BJP ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അന്നേരം സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അഴിമതി ഇരട്ടിയായി. കമ്മീഷൻ 20% എന്നുള്ളത് 40% ആവുക. അപ്പോൾ പിന്നെ കർണാടകത്തിലെ ജനങ്ങൾ പിന്നെ മാറ്റി കോൺഗ്രസിന് വോട്ട് ചെയ്യുകയല്ലേ ചെയ്തേ? അല്ല, അത് കർണാടകവും കേരളത്തിൽ ഒരിക്കലും BJP ഇതാവുമെന്ന് എനിക്കൊരു വിശ്വാസമില്ല. അത് വേറൊരു സത്യം. മനസ്സിലായില്ലേ? കാര്യം അങ്ങനെയാണ്. ഇവിടുത്തെ നാളിതുവരെയുള്ള വെച്ച് നോക്കുമ്പോഴത്തേക്ക് അവർക്ക് സാധ്യത കുറവാണ് BJPക്ക്. പിന്നെ പറയാൻ പറ്റില്ല, ജനങ്ങളുടെ മനസ്സിൽ എന്താണെന്നുള്ളത് അറിയത്തില്ലല്ലോ. അപ്പോൾ വി മുരളീധരൻ കേന്ദ്രമന്ത്രിയായി 5 വർഷത്തിൽ കൂടുതൽ കേന്ദ്രമന്ത്രിയായിട്ടിരുന്നു. എന്നിട്ടും ചേട്ടൻ ഗൾഫിലുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും വെച്ച് വി മുരളീധരൻ നമ്മൾ മലയാളികൾക്ക് വേണ്ടി ചെയ്ത എന്തെങ്കിലും ഒരു നല്ല കാര്യം ചേട്ടന് അറിയത്തില്ലെന്നാണ് ചേട്ടൻ പറഞ്ഞത്. അതിലുള്ള ഓർമ്മയൊന്നും ഇല്ല. കാര്യം നമുക്ക് ഇവിടെയൊക്കെ ഉള്ള കാര്യങ്ങൾ മാത്രമേ അറിയാവൂ, അത്ര കൂടുതൽ അറിയില്ല. ഈ മള്ളിന്നല്ല അടൂർ പ്രകാശ് ആയാലും ആരായാലും ഇവിടെ എന്തൊക്കെ ചേർക്കണമെന്ന് എനിക്കത്ര ഇല്ല. അടൂർ പ്രകാശ് ആയാലും ശരി തന്നെ, വലിയ ഇതൊന്നും കാണുന്നില്ല, ഒന്നും ആയിട്ടില്ല. MLA എന്നുള്ള രീതിയിൽ മാത്രമേ നമുക്ക് ഇത്ര ഇത് വരുന്നുള്ളൂ. MLA ഇവിടുത്തെ ജനകീയനായ MLA ആണ് ഇപ്പോൾ MP ആയിട്ട് മത്സരിക്കുന്നത്. കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ അതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ഇപ്പോൾ കേരള ഹൈക്കോടതി പറഞ്ഞിട്ട് കേന്ദ്ര സർക്കാർ അന്വേഷിക്കുന്നില്ല. കേന്ദ്ര സർക്കാർ അഴിമതിക്കെതിരാണെന്ന് പറയുന്നു. പക്ഷേ അഴിമതിക്കെതിരെന്ന് പറഞ്ഞാൽ അവരുടെ അഴിമതിയാണെങ്കിൽ അന്വേഷിക്കില്ല. അങ്ങനെയാണ് ഇപ്പോഴത്തെ സ്ഥിതി. അഴിമതിക്കെതിരാണ് എല്ലാവരും നിൽക്കുന്നത്. അഴിമതി വേണ്ടെന്നുള്ള ആഗ്രഹമാണല്ലോ എല്ലാ ആൾക്കാർക്കും ഉള്ളത്. അഴിമതി പാടില്ല, ആരായാലും ശരി തന്നെ. അല്ല, അപ്പോൾ അഴിമതി ഇങ്ങനെ ഒരു അഴിമതി കേസ് വന്നു കോടതി വരെ അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ടും അത് അന്വേഷിക്കാതെ ഇരിക്കുന്നത് ശരിയായ നടപടിയാണോ? ശരിയായ നടപടിയല്ല. പക്ഷേ അത് അന്വേഷിക്കേണ്ടത് അത് കോടതിയൊന്നും പറഞ്ഞില്ലേ. കോടതിയിൽ ഇനിയിപ്പോൾ നമ്മൾ അല്ലെങ്കിൽ കണ്ടംപ്റ്റ് ഓഫ് പെറ്റീഷൻ കൊടുക്കണം. പിന്നെ കോടതിയാണല്ലോ. കോടതിയുടെ വിധി വന്നിട്ട് 3 മാസം കഴിഞ്ഞു. അവിടെ നമുക്ക് ജോലി തുടരാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ നേരെ തിരിച്ച് ഇദ്ദേഹത്തെ നാട്ടിൽ ആവശ്യമുണ്ട് എന്നും പറഞ്ഞിട്ട് സൗദി സർക്കാരിനെ കൊണ്ട് പറഞ്ഞ് പറ്റിച്ച് നമ്മളെ ഡീപ്പോർട്ട് ചെയ്ത് നാട്ടിൽ കൊണ്ടുവരിക ചെയ്തത്. കോടതി വിധിക്ക് നേരെ കടവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമ്മുടെ ഒരു പ്രതിഷേധം, നമ്മുടെ ഒരു സമരമാണ്. എത്ര യാത്ര ചെയ്താലും അഴിമതിക്ക് ഒരു കുറവും ഉണ്ടാവില്ല, കൂടാനല്ലാതെ. ഇതൊരു കുറവാണ് ഉണ്ടാവുന്നത്. ഏതിൽ അഴിമതിയില്ല, ഏത് മേഖലകളിൽ അഴിമതിയില്ല, എല്ലാ മേഖല. ഇപ്പം പുതിയ ഒരു നേതാവിനെ പോലും തിരിച്ചറിഞ്ഞിടാത്ത നേതാക്കന്മാരാണ് വന്ന് ഇരിക്കുന്നത്. ജയിച്ചു പോയപ്പം പോയി, പിന്നെ ഇല്ല. എന്തായാലും അഴിമതിയില്ല. സ്ഥലത്തുള്ളതാണോ? അതെ, തവണ വോട്ടുണ്ടോ? ഉണ്ട്. അപ്പോൾ ആരൊക്കെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് അറിയാവോ? അറിയാം. ആരൊക്കെയാണ്? LDF-ന് ജോയ് സഖാവും, BJP-യിൽ മുരളീധരനും, കോൺഗ്രസിൽ അടൂർ പ്രകാശും. ഈ 3 സ്ഥാനാർത്ഥികളെ ആരെങ്കിലും എന്തെങ്കിലും നല്ല പ്രവർത്തികൾ ഇവിടെ ചെയ്തതായിട്ട് അറിയാവോ? ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരിയാണ്. അതിൽ അഭിമാനത്തോടുകൂടി പറയാം, ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരിയാണ്. ഈ ഒരു വർക്കല മണ്ഡലത്തില് MLA ആയിട്ട് കഴിഞ്ഞ രണ്ട് തുടർ ഭരണം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ജോയ് സഖാവ് ഇവിടെ ഒന്നും ചെയ്യാതിട്ടില്ല അല്ലല്ലോ. അതുകൊണ്ട് ജോയ് സഖാവ് തന്നെ ഇത്തവണയും ജയിക്കുമെന്നാണ്. അപ്പോൾ ഈ MLA ആയിരുന്നല്ലോ ജോയ് സഖാവ്. അപ്പം ഈ പാർലമെന്റ് മണ്ഡലം എന്ന് പറഞ്ഞാൽ കൂടുതൽ മണ്ഡലങ്ങളുണ്ട്. കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങളിൽ ചേരുന്നതാണല്ലോ ഒരു പാർലമെന്റ് മണ്ഡലം. അപ്പോൾ എല്ലാ മണ്ഡലത്തിലും ഈ ഒരു പിന്തുണ കിട്ടുമോ? കിട്ടും. ജോയ് സഖാവ് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കിട്ടും. അത്രയും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ എന്തായാലും സഖാവ് ജയിക്കും. ചേച്ചിയൊക്കെ അദ്ദേഹത്തിന് പ്രചരണത്തിനൊക്കെ പോകാറുണ്ടോ? ഉണ്ട്. അപ്പം മറ്റ് 2 സ്ഥാനാർത്ഥികൾ അടൂർ പ്രകാശ് MP ആയിരുന്നല്ലോ. MP ആയിരുന്ന ഈ 5 വർഷം ഇവിടെ എന്തെങ്കിലും ഒരു നല്ല പ്രവർത്തനം ചെയ്തതായിട്ട് ചേച്ചിക്ക് അറിയാവോ? ഞാൻ ആ ഒരു സ്ഥാനാർത്ഥിനെ ഇവിടെ അങ്ങനെ കണ്ടിട്ട് കൂടിയില്ല. പരിപാടികൾ നടക്കുമ്പോഴായിക്കോട്ടെ, അല്ലാതെ ജയിച്ചു പോയതിനു ശേഷം അങ്ങനെ കണ്ടിട്ട് കൂടിയില്ല. നേരെ മറിച്ച് ജോയ് സഖാവ് ആണെങ്കിൽ ഏതൊരു കാര്യം വന്നാൽ പോലും എല്ലായിടത്തും സഖാവിന്റെ സാമീപ്യം എപ്പോഴും ഉണ്ടായിരിക്കും. പക്ഷെ മറ്റു 2 സ്ഥാനാർത്ഥികളെ ഞാൻ അങ്ങനെ നമ്മുടെ സ്വന്തം സ്വദേശത്ത് പോലും അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ വി മുരളീധരൻ കേന്ദ്രമന്ത്രിയായിരുന്നു, വിദേശകാര്യമന്ത്രിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ എന്തെങ്കിലും ഒരു പ്രവർത്തനം, നല്ലൊരു പ്രവർത്തനം മലയാളികൾക്ക് വേണ്ടി ചെയ്തത് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? എനിക്കറിയില്ല. എനിക്കങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. കാരണം ഇപ്പം മൊത്തത്തിലൊന്ന്
ഉം, എന്താണ് മൊത്തത്തിൽ ഇന്ത്യനെ ഒരു മതരാഷ്ട്രമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയിലേക്ക് കടക്കുന്നതിന് അനുകൂലിച്ചുകൊണ്ടിരിക്കുന്നവരെ പറ്റി ഞാൻ എന്ത് പറയാനാണ്. ഇന്ത്യൻ ഭരണഘടനയെ തന്നെ മൊത്തത്തിൽ മാറ്റി, ഇന്ത്യയുടെ ആ ഒരു ഇതിനെ തന്നെ മൊത്തത്തിൽ മാറ്റി ഒരു മതരാഷ്ട്രമാക്കാൻ പോകുന്ന അതിനെ പിന്തുണയ്ക്കുന്നവരെ പറ്റി എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. എന്തായാലും എന്റെ വോട്ട് എന്തായാലും ജോയ് സഖാവിനാണ്. നമ്മുടെ കോവിഡ് സമയത്ത് ഫ്ലൈറ്റുകൾ കേന്ദ്ര സർക്കാരാണ് നടത്തിയത്. അപ്പോൾ എമർജൻസി ആയിട്ട് വരേണ്ട ഗർഭിണികൾ, അസുഖമുള്ളവർ, അവരെയൊക്കെ മുൻഗണന കൊടുത്ത് കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു അതിൻ്റെ ചട്ടം. ആ ചട്ടം നേരെ വിരുദ്ധമായിട്ട് അവർക്ക് ഇഷ്ടമുള്ളവരെ കയറ്റി വിടുക. അതേസമയം ഗർഭിണികൾ സീറ്റ് കിട്ടാതെ ഡൽഹി ഹൈക്കോടതിയിൽ പോയി. അപ്പോൾ ഡൽഹി ഹൈക്കോടതി പറഞ്ഞു അത് പറ്റത്തില്ല, ഗർഭിണികളെയും രോഗികളെയും കൊണ്ടുവന്നിട്ട് മറ്റുള്ളവരെ കൊണ്ടുവന്നാൽ മതി എന്ന് ഓർഡറിനു. ആ ഓർഡറും പാലിച്ചില്ല. അപ്പോൾ അങ്ങനെ പാലിക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ ഞാനന്ന് സൗദി അറേബ്യയിലുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇത് സംബന്ധിച്ച് വിവരാവകാശ അപേക്ഷ കൊടുത്തു. എത്ര പേരെ നിങ്ങൾ കയറ്റി വിട്ടു, അതിനകത്ത് എത്ര ഗർഭിണികളുണ്ടായിരുന്നു, എത്ര രോഗികളുണ്ടായിരുന്നു, മുൻഗണന ഇല്ലാത്തവർ എത്ര പേരുണ്ടായിരുന്നു. അപ്പോൾ അതിന് മറുപടി തരാതെ വന്നു കഴിഞ്ഞപ്പം അവരെന്നെ അറസ്റ്റ് ചെയ്ത് സൗദിയിലെ ജയിലിലിടുക ചെയ്തു, കേന്ദ്ര സർക്കാർ. അപ്പം ഈ ജയിലിൽ നിന്ന് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞ് കേരള ഹൈക്കോടതിയിൽ വന്നപ്പോൾ കേരള ഹൈക്കോടതിയിൽ കള്ളം പറയുക കേന്ദ്ര സർക്കാർ. ഞങ്ങൾക്ക് അറിയത്തില്ല, ഞങ്ങൾക്കൊരു പരാതിയില്ല, ഞങ്ങളല്ല പരാതി കൊടുത്തതെന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. പക്ഷേ സൗദിയിലെ വിധിയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇന്ത്യൻ എംബസിയാണ് പരാതി കൊടുത്തത്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ അന്വേഷണം നടത്തണം, നമുക്ക് നഷ്ടപരിഹാരം തരണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. ഈ ഒരു ആവശ്യമായിട്ട് നമ്മൾ അഴിമതിക്കെതിരെയുള്ള പ്രവർത്തനത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കിത് കോടതിയിൽ നഷ്ടപരിഹാരത്തിന് കേസ് വെക്കണമെങ്കിൽ 10% കെട്ടിവെക്കണം. അത് നിങ്ങൾ ജോയ് സഖാവിനോട് പറഞ്ഞ ഈ ഒരു സംവിധാനം മാറ്റണം. അതായത് ഒരു വ്യക്തിം കോടതിയിൽ നഷ്ടപരിഹാരത്തിന് പോകുമ്പം ഓൾറെഡി തകർന്നു നിൽക്കുന്ന ഒരാൾ എങ്ങനെയാണ് 10% നഷ്ടപരിഹാരത്തിൻ്റെ 10% അയാൾ ഉണ്ടാക്കി കെട്ടിവെച്ചാലേ കേസ് വിളിക്കൂ എന്ന് പറയുന്ന ആ ഒരു നിയമം മാറ്റണം. അപ്പോൾ ആ ഒരു അവബോധം ജനങ്ങളുണ്ട്, എത്തിക്കണം. അപ്പോൾ അതിന് ഇപ്പം മൊത്തത്തില് എല്ലായിടത്തും അഴിമതിയാണ് അവര് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലിപ്പം എന്താ, പൊതുജനങ്ങൾക്ക് മനസ്സിലാവട്ടെ ഇതെല്ലാം. എല്ലാ ജനങ്ങളും അത് മനസ്സിലാക്കണം. എനിക്ക് അത്ര കൂടുതലൊന്നും പറയാനില്ല. കാരണം ജനങ്ങള് വിവരമുള്ളവരും ബോധമുള്ളവരും സമൂഹത്തിൽ ഇടപെടുന്നവരുമാണല്ലോ. അതുകൊണ്ട് ഏതൊരു അഴിമതി ആര് കാണിച്ചാലും അത് പൊതുജനങ്ങൾക്ക് മനസ്സിലാവും. അതിനുള്ളൊരു തിരിച്ചടി തന്നെ ആയിരിക്കും ഈ നടക്കാൻ പോകുന്ന ഇലക്ഷൻ. നമസ്കാരം ചേട്ടാ. ചേട്ടന് ഈ മണ്ഡലത്തിലുള്ളതാണോ? ഞാൻ ഇവിടെ ഉള്ളത്. ഇവിടെ ഇപ്പോൾ ആരൊക്കെയാണ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്? സ്ഥാനാർത്ഥികള് അടൂർ പ്രകാശ്, പിന്നെ ജോയ്, മുരളീധരൻ. ഇതിൽ ഏതെങ്കിലും സ്ഥാനാർത്ഥികളെ നേരിട്ട് അറിയാവോ? എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ഇവർ ചെയ്തതായിട്ട് അറിയാവോ? ജോയാണ് ഇങ്ങനെ പറയുന്നത്, പക്ഷേ ഇപ്രാവശ്യം ഡൗട്ടാണ്. മുരളീധരനാണ് ജയിക്കുന്നതാണ്. മുരളീധരൻ നമ്മൾ കേന്ദ്രമന്ത്രിയായിരുന്നു. അപ്പം നമ്മൾ മലയാളികൾക്ക് വേണ്ടി ചെയ്ത എന്തെങ്കിലും ഒരു 2-3 കാര്യങ്ങൾ ഓർമ്മയുണ്ടോ? ഞാൻ ഗൾഫിലായിരുന്നു, പക്ഷെ ഇപ്പോൾ വന്ന് നോക്കിയപ്പോഴത്തോളം മുരളീധരൻ ജയിക്കാനാണ് സാധ്യത. ഈ ചേട്ടൻ ഗൾഫിലായിരുന്നല്ലോ, അപ്പം എംബസികളൊക്കെ വി മുരളീധരൻ്റെ കീഴിലാണല്ലോ. വിദേശകാര്യ മന്ത്രാലയം മുരളീധരനാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എന്നാണ് ചേട്ടൻ നാട്ടിൽ വന്നത്? ഞാൻ വന്നിട്ടിപ്പോൾ 4 മാസമായി. 4 മാസമായി. അപ്പോൾ കോവിഡൊക്കെ ഉള്ളപ്പം ഗൾഫിലുണ്ടായിരുന്നു? ഗൾഫിലായിരുന്നു. അപ്പോൾ കോവിഡ് സമയത്ത് ഇങ്ങോട്ട് വന്നോ അതോ ഗൾഫിൽ തന്നെ നിന്നോ? ഗൾഫിൽ നിന്നു, വന്നിട്ടില്ല, അവിടെ തന്നെയായിരുന്നു. എത്ര നാൾ അവിടെ നിന്നു? അത് കഴിഞ്ഞ് പിന്നെ എപ്പോഴാണ് വന്നത്? വന്നതിപ്പോൾ 4 മാസമായി. പക്ഷെ ഞാൻ 10-15 വർഷം തൊട്ട് ദുബൈയിലാണ്. അല്ല, അതിനിടയ്ക്ക് ഇങ്ങോട്ട് വന്നേ ഇല്ലേ? ഇടയ്ക്കൊക്കെ വരും, പോവും. വന്നിട്ട് 1 മാസമൊക്കെ നിൽക്കും, പോവും. കോവിഡ് സമയത്ത് വന്ദേ ഭാരത് മിഷൻ വിമാനങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അറിഞ്ഞൂടാ, അതിനെപ്പറ്റിയൊന്നും അത്ര ഇതില്ല. രാഷ്ട്രീയമായിട്ട് വളരെ അടുപ്പം കുറവാണ്. അത് അല്ല, അപ്പോൾ ഈ കോവിഡ് പ്രശ്നം വന്നപ്പോൾ നാട്ടിൽ വരണമെന്ന് തോന്നിയില്ല? അന്ന് വരാൻ പറ്റിയില്ല. അതെന്താ വരാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ പണി കൂടുതലായിരുന്നു. പിന്നെ 2 മാസം ഫ്രീ ആയിരുന്നു, അപ്പോൾ പൈസ ബുദ്ധിമുട്ടുകയായിരുന്നു, വന്നില്ല. അപ്പോൾ നമ്മുടെ പൈസ ബുദ്ധിമുട്ട്. അപ്പോൾ ശമ്പളം കറക്റ്റായിട്ട് കിട്ടുന്നില്ലായിരുന്നു? കറക്റ്റ് ആയിരുന്നു, പക്ഷെ 2 മാസം വരെ ശമ്പളം ഇല്ലായിരുന്നു, പണി ഇല്ലായിരുന്നല്ലോ, അടച്ചിട്ടേക്കായിരുന്നല്ലോ. അതാണ്. ആ സമയത്ത് നമ്മുടെ എംബസികളിൽ നിന്ന് സഹായം ഒന്നും കിട്ടിയില്ല, ശമ്പളം കിട്ടാതെ? ഇല്ല, ശമ്പളം എന്ന് പറഞ്ഞാൽ അത് കിട്ടില്ല. സാധാരണ അവർ വെറുതെ അടച്ചിട്ടേക്കായിരുന്നു. ഭക്ഷണത്തിന്റെ പൈസയൊക്കെ തന്നു, റൂമിന്റെ പൈസയൊക്കെ തന്നു. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെല്ലാം അറിയാവോ? അറിയാം. ആരൊക്കെയാണ് സ്ഥാനാർത്ഥി? വി ജോയ്, വി മിസ്റ്റർ മുരളീധരൻ, പിന്നെ അടൂർ പ്രകാശ്.
ഇതില് ഈ 3 സ്ഥാനാർത്ഥികളും ഈ മണ്ഡലത്തിന് വേണ്ടി എന്തൊക്കെ നല്ല കാര്യങ്ങളാണ് ചെയ്ത് അത് എന്തെങ്കിലും അറിയാവോ? ഈ മിസ്റ്റർ വി ജോയി മണ്ഡലത്തിൽ അത് MLA ആണ് അദ്ദേഹം. ഇവിടുത്തെ ഈ ഈ നിയമ ഈ ഈ നിയമ നിയോജക മണ്ഡലത്തിലെ MLA ആണ് അദ്ദേഹം. വർക്കലയ്ക്ക് വേണ്ടിയും അദ്ദേഹത്തിൻ്റെ പരിധിയിൽ വരുന്ന നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അടൂർ പ്രകാശും അദ്ദേഹത്തിൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. മുരളീധരൻ സാറ് അദ്ദേഹവും ചെയ്തിട്ടുണ്ട്. 3 പേരും അവരുടേതായ രീതിയിൽ ചെയ്തിട്ടുണ്ട്. എന്ന നിലയിൽ മുരളീധരൻ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം പ്രത്യേകിച്ച് അവർ ചെയ്തതൊന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ ഏതെങ്കിലും ഈ 3 പേരുടെ? 3 പേര്, അതായത് വിദേശകാര്യമന്ത്രി എന്നുള്ള നിലയിൽ മുരളീധരൻ സാറ് ചില പെട്ടെന്നുള്ള ക്വിക്ക് ഇടപെടലുകൾ നടത്തി പ്രവാസികൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അടൂർ പ്രകാശ് ഈ ഹൈമാക്സ് ലൈറ്റുകൾ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ വി ജോയി എന്ന് പറയുന്ന സാറ് ബസ് സ്റ്റാൻഡുകൾ, ഇരിപ്പിടങ്ങൾ അതിന് വേണ്ടി ചിലവാക്കിയിട്ടുണ്ട്, പൈസകളൊക്കെ ചിലവാക്കിയിട്ടുണ്ട്. പിന്നെ സ്കൂളുകൾക്ക് വേണ്ടി പൈസ മുടക്കിയിട്ടുണ്ട്. 3 പേരും 3 വ്യത്യസ്ത രീതിയിലാണ് ഇടപെടുന്നത്. ഞങ്ങളെ ഈ സമരമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് കോവിഡ് സമയത്ത് വന്ദേ ഭാരത് മിഷൻ ഫ്ലൈറ്റുകൾ നടത്തിയതിനകത്ത് അതിൽ സർക്കാരാണ് ഫ്ലൈറ്റുകൾ നടത്തുന്നത്, മറ്റ് പ്രൈവറ്റുകൾക്ക് നടത്താൻ പറ്റില്ല. അപ്പം എംബസി വേണം അതിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കാൻ, ആരൊക്കെയാണ് ഏത് ഫ്ലൈറ്റ് കയറി പോകണമെന്നുള്ളത്. അപ്പോൾ അത് അങ്ങനെ പോകുമ്പോൾ ഈ ലിസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ ഗർഭിണികൾ, അസുഖമുള്ളവർ, അങ്ങനെയുള്ളവർക്ക് മുൻഗണന കൊടുക്കണമെന്ന് പറഞ്ഞൊരു നിയമം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇവർ പാലിച്ച് 20-ല് അപ്പോൾ അത് ഇവർ പാലിച്ചില്ല. അപ്പോൾ ഗർഭിണികൾക്കും അങ്ങനെ കിട്ടിയില്ല. ശരിയാണ്. ഓർക്കുന്നുണ്ട്. ഞാനും പ്രവാസിയായിരുന്നു, ഓർക്കുന്നുണ്ട്. ചേട്ടന് കോവിഡ് സമയത്ത് അവിടെ ഉണ്ടായിരുന്നു? ഞാൻ ഗൾഫിലായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ കാര്യം ശരിയാണ്. അപ്പോൾ ഈ കോവിഡ് സമയത്ത് ചേട്ടൻ എങ്ങനെയാണ് നാട്ടിൽ വന്നോ അതോ അവിടെ തന്നെ നിൽക്കുമായിരുന്നു? അല്ല, ഞാൻ ഫ്ലൈറ്റ് ചാലുവായി ഓണമായി ശേഷമാണ് ഞാൻ വന്നത്. നേരിട്ട് ആ സമയത്ത് എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ല. ടിക്കറ്റ് എടുത്ത് തന്നെ വന്നു, റെഗുലർ ഫ്ലൈറ്റിൽ വരേണ്ടി വന്നു. അപ്പോൾ ഈ ഗർഭിണികൾ ലാസ്റ്റ് ടിക്കറ്റ് കിട്ടാതെ ഡൽഹി ഹൈക്കോടതിയിൽ പോയി. അപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും പ്രത്യേകം പറഞ്ഞു ഗർഭിണികളെയും അസുഖമുള്ളവരെയും ആദ്യം കയറ്റി വിട്ടിട്ട് ബാക്കിയുള്ളവരെ കയറ്റി വിട്ടാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ എന്നിട്ടും കേന്ദ്ര സർക്കാർ ചെയ്തില്ല. കേന്ദ്ര സർക്കാർ വി മുരളീധരൻ്റെ കീഴിലാണല്ലോ ഗൾഫിലെ എംബസികളെല്ലാം, ചെയ്തില്ല. അപ്പോൾ ഞാനത് വിവരാവകാശ അപേക്ഷ കൊടുത്ത് ചോദിച്ചു, നിങ്ങൾ എത്ര പേരെ കയറ്റി വിട്ടു, അതിനകത്ത് എത്ര ഗർഭിണി ഉണ്ടായിരുന്നു, എത്ര അസുഖമുള്ളവരുണ്ടായിരുന്നു ചോദിച്ചു. അപ്പോൾ അതിന് മറുപടി തരാതെ അവർ എംബസിയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തുമെന്നും പറഞ്ഞ് എനിക്കെതിരെ പരാതി സൗദി സർക്കാരിന് കൊടുത്തു. അങ്ങനെ ഞാൻ 113 ദിവസം സൗദിയിലെ ജയിലിലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ കേരള ഹൈക്കോടതി ചെന്ന് കഴിഞ്ഞപ്പോൾ അത് പ്രശ്നമെല്ലാം പരിഹരിച്ച് തരാം എന്ന് പറഞ്ഞ് അവർ കോംപ്രമൈസ് ചെയ്തിട്ട് വീണ്ടും നമ്മളെ സഹായിച്ചില്ല. അവർ കേരള ഹൈക്കോടതി പ്രത്യേകം പറഞ്ഞ് നമ്മുടെ ജോലി ശരിയാക്കി തരണം, തിരിച്ച് അതിനുള്ള ഈ പ്രശ്നങ്ങളെല്ലാം മാറ്റി തരണം. അപ്പോൾ കേരള ഹൈക്കോടതി വരുമ്പം കേന്ദ്ര സർക്കാർ പറയുന്നത് ഞങ്ങളല്ല കേസ് കൊടുത്തത്. പിന്നെ ആര് കൊടുത്തെന്നാ പറയുന്നത്? അത് അവർ പറയുന്നത് സൗദി സർക്കാർ നേരിട്ടെടുത്തു. പക്ഷെ സൗദിയിലെ കോടതിയുടെ ജഡ്ജ്മെന്റ് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇന്ത്യൻ എംബസി തന്ന പരാതിയുടെ പുറത്താണ് ഈ നടപടി. കിട്ടിയായിരുന്നു രേഖ നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. രേഖകളെല്ലാം ഇതിനകത്ത് ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിലെല്ലാം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് കേരള ഹൈക്കോടതി പറഞ്ഞ് ഈ പ്രശ്നം പരിഹരിക്കണം, ഇത് ആരാണ് കേസ് കൊടുത്തത് അന്വേഷിക്കണം. അപ്പോൾ ആ അന്വേഷണം കേന്ദ്ര സർക്കാർ നടത്തുന്നില്ല. ഇതുവരെ ആയിട്ടും 3 മാസം 4 മാസമായി.
ഇപ്പൊ ഇവിടെ ഇത്തവണ ആർക്കാണ് വോട്ട് ചെയ്യുന്നത്? ഞാനൊരു പ്രകാശിന് വോട്ട് ചെയ്യത്തുള്ളൂ. അപ്പം, കോൺഗ്രസ്സുകാരനാണ്. ഞാനൊരു പ്രകാശിന് വോട്ട് ചെയ്യത്തുള്ളൂ. ശിവപ്രകാശ് ഈ മണ്ഡലത്തിന് വേണ്ടി കഴിഞ്ഞ 5 വർഷം ചെയ്ത എന്തെങ്കിലും ഒരു കാര്യം ഓർമ്മയുണ്ടോ? അയാൾ കഴിയുന്നതെല്ലാം അയാൾ ചെയ്തിട്ടുണ്ട്. ഒരു MP എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. നല്ലൊരു വ്യക്തിയാണ് അടൂർ പ്രകാശ്. അങ്ങനെ പാലിക്കാതെ കോവിഡ് സമയത്ത് ഫ്ലൈറ്റ് ലൈനുകൾ മുൻഗണന നടത്തിയത് KMCC ആണ്. മുസ്ലിം ലീഗിൻ്റെ KMCC എന്താ ചെയ്തതെന്ന് ആ സമയത്ത്? ഒരുപാട് വികസനം ചെയ്തു. ഒരുപാട് പാവം ഗൾഫിൽ പോയി എല്ലാവരും ആശ്രയിക്കുന്നത് KMCC-നെയാണ്. വേറെ ഒരു ഭാഗത്ത് അതുപോലെ ഒരു ഇതില്ല. അതെ, ഗൾഫിലെല്ലാം ഇന്ത്യയുടെ എംബസികളുണ്ടല്ലോ, എംബസികളെ സഹായിക്കുകയല്ലേ? എംബസി ഒരു ഗുണവുമില്ല. KMCC ആണ് മെയ് ഗൾഫിൽ മെയ് കിങ് മേക്കർ. എംബസിയാണ് വിമാനത്തിന്റെ ടിക്കറ്റ് ഒക്കെ തരുന്നത്. ചാർട്ടർ ഫ്ലൈറ്റ് പോലും KMCC-ന്റെ കീഴിലാണ് ഏറ്റവും അധികം വന്നിട്ടുള്ളത്. എംബസിയില് എവിടെയായിരുന്നു? ഗൾഫിൽ എവിടെയായിരുന്നു ചേട്ടൻ? ഞാനില്ല, ഇവൻ ഗൾഫിലാണ്. ചേട്ടൻ ഗൾഫിൽ എവിടെയായിരുന്നു? ഞാൻ സൗദി അറേബ്യയിലായിരുന്നു. സൗദി അറേബ്യയിലെ ഇന്ത്യൻ എംബസിയിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ട് ഉണ്ട്, അതറിയാവോ? അത് പാവങ്ങൾക്ക് ഇതാക്കാനുള്ള വെൽഫെയർ ഫണ്ട് ഉണ്ടാക്കുന്നത്. എന്തെങ്കിലും ആർക്കെങ്കിലും ഉപയോഗം കിട്ടിയതായിട്ട് അറിയോ? ആർക്കും ഒരു ഉപയോഗം ഉണ്ടായിട്ടുള്ള അറിവില്ല. ഈ മണ്ഡലത്തിലുള്ള വോട്ടറാണോ? ഞാൻ ഈ മണ്ഡലത്തിലുള്ള വോട്ടറാണ്. ഇവിടുത്തെ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണെന്നറിയോ? ഒന്ന് ജോയി, 2 അടൂർ പ്രകാശ്, 3 വി മുരളീധരൻ. ഈ 3 സ്ഥാനാർത്ഥികളെ നേരത്തെ പരിചയമുണ്ടോ? ഇവരുടെ എന്തെങ്കിലും ഒരു പ്രവർത്തനങ്ങൾ ഓർമ്മയുണ്ടോ ഇവരുടെ? പരിചയം എന്ന് പറയുന്നത് ജോയി അടൂർ പ്രകാശും മുമ്പേ ഇവിടെ നിയമസഭയിലും മറ്റേ ആൾ ഇവിടുത്തെ MP ആണല്ലോ നിലവിൽ. വി മുരളീധരൻ കേന്ദ്രമന്ത്രിയാണെന്നും അറിയാം, അല്ലാതെ അത്ര വലിയ പരിചയമൊന്നുമില്ല. ബാക്കി 2 പേരെയും അടുത്ത പരിചയം പല കാര്യങ്ങൾക്കും ബന്ധപ്പെട്ടിട്ടുണ്ട്. MLA എന്ന നിലയിൽ ഈ ജോയി ചെയ്ത എന്തെങ്കിലും ഒരു 1-2 കാര്യങ്ങൾ ഓർമ്മയുണ്ടോ? പ്രത്യേകിച്ച് പറയാനില്ല, നല്ല വികസനങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പൊതുവെ. അടൂർ പ്രകാശ് ചെയ്ത എന്തെങ്കിലും ഒരു കാര്യം ഓർമ്മയുണ്ടോ? പ്രത്യേകിച്ച് കാര്യങ്ങൾ പറയാൻ പറ്റില്ല. ഒരു MP എന്ന നിലയ്ക്ക് അദ്ദേഹവും കൃത്യനിർവഹണം നടത്തുന്നു എന്ന് മനസ്സിലാക്കുന്നു. അപ്പം നമ്മുടെ വി മുരളീധരൻ കേന്ദ്രമന്ത്രി എന്ന നിലയിൽ ഇവിടെ എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ നടത്തിയതായിട്ട് ഓർമ്മയുണ്ടോ? നമ്മുടെ പ്രത്യേകിച്ച് വർക്കല നിയോജക മണ്ഡലം എന്ന നിലയ്ക്ക് കണ്ടിട്ടില്ല. ഇനി മറ്റുള്ള ഭാഗത്തുള്ള നിരീക്ഷണങ്ങൾ നമ്മൾ നടത്തി നോക്കണം, അത് നടത്തിയിട്ടുണ്ടോ എന്നതല്ലാതെ പ്രത്യേകിച്ച് ഒരു പാർട്ടി ബേസിക്കിൽ നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. ഈ 3 പേരും ഈ വർക്കലയ്ക്ക് വേണ്ടി കഴിഞ്ഞ വർഷങ്ങളിൽ ചെയ്ത എന്തെങ്കിലും 1-2 കാര്യങ്ങൾ ഓർക്കുന്നുണ്ടോ? പേര് വെച്ച് പറയാൻ പറ്റത്തില്ല. നമുക്ക് പിന്നെ MLA കുറിച്ച് പറയുകയാണെങ്കിൽ മികച്ച പ്രവർത്തനം തന്നെയാണ് അദ്ദേഹം നടത്തിയിരുന്നത്. പി ജോയി പാർലമെന്റ് MP ആയിരുന്ന ആളെ ഞാൻ ഇപ്പോൾ ഇലക്ഷൻ വോട്ട് തേടി വന്നപ്പോഴേ ഞാൻ കണ്ടുള്ളൂ. ഞാൻ ഈ കടയിലുണ്ടായിരുന്നു. അദ്ദേഹം ജയിച്ചു പോയതിനു ശേഷം. നമസ്കാരം ചേട്ടാ. ചേട്ടന് ഈ മണ്ഡലത്തിലെ വോട്ടറാണോ? ഈ മണ്ഡലത്തിൽ വോട്ടർ തന്നെ. ഇതില് ഇപ്പൊ ഏതൊക്കെയാണ് ഇവിടെ സ്ഥാനാർത്ഥികൾ? ആരൊക്കെയാണ് ഉള്ളത്? 3 പാർട്ടിക്കാരും ഉണ്ട്. സ്ഥാനാർത്ഥികളുടെ പേരൊക്കെ അറിയാവോ? അതിൽ LDF-ന്റെ വി ജോയ്, കോൺഗ്രസിന്റെ അടൂർ പ്രകാശ്, BJP-യുടെ വി മുരളീധരൻ. ഈ 3 പേരും എന്തെങ്കിലുമൊക്കെ പ്രവർത്തികൾ ഇവിടെ ചെയ്തത് ഓർമ്മയുണ്ടോ? ഇവിടെ ഈ മണ്ഡലത്തിന് വേണ്ടി ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ചെയ്ത പ്രവർത്തികൾ ഈ 3 പേരും എന്തൊക്കെയാണ് ചെയ്തത് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? MLA സംബന്ധിച്ച് നോക്കിയാൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ 10 വർഷം ആയി. ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന് നമ്മുടെ MP എന്തെങ്കിലും ചെയ്തതായിട്ട് ഓർമ്മയുണ്ടോ ഇവിടെ? MPയാ? അതിനെ പറ്റി എനിക്ക് പോരാ. വി മുരളീധരൻ കേന്ദ്രമന്ത്രിയൊക്കെ ആയിരുന്നു. കേന്ദ്രത്തിൽ നിന്ന് നേരിട്ടുള്ള ഫണ്ടുകളൊക്കെ എന്തെങ്കിലും ഇവിടെ എത്തിച്ചിട്ടുണ്ടോ? എന്ന് പറഞ്ഞാൽ നമ്മളിതിനെ പറ്റി എനിക്കറിയില്ലല്ലേ. ചേട്ടനൊന്നും കണ്ടില്ല. നമുക്കതിനെ പറ്റി അറിയില്ല. ഈ മുരളീധരൻ MP ആയിരുന്നിട്ട് ഇവിടെ നമുക്ക് ഈ നാട്ടിനായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. വെറുതെ സർക്കാരിന്റെ ശമ്പളം മേടിച്ച് വെറുതെ ഇരിക്കുമായിരുന്നു. ഈ നാട്ടിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. രാജ്യസഭാ അംഗമാണ്, ലോക്സഭാ അംഗമല്ല, രാജ്യസഭാ അംഗമാണ് ഈ മുരളീധരൻ. പക്ഷേ MP എന്ന ഇത് പവർ ഉപയോഗിച്ച് ഈ പറയുന്ന ആറ്റിങ്ങൽ മണ്ഡലത്തിന് വേണ്ടി ഒരു
ഒരു വെട്ടം പോലും ഇട്ടിട്ടില്ല. പിന്നെ ഈ പറയുന്ന നിലവിലുള്ള MP എന്ന് പറയുന്ന അടൂർ പ്രകാശ് ജയിച്ച് ഇവിടെ വിജയിച്ചു പോയതിനു ശേഷം ഇവിടെ വർഷത്തിൽ 1 2 പ്രാവശ്യം വണ്ടിയിൽ പോകുന്നതല്ലാതെ വേറെ ആരും കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഹൈമാസ്റ്റ് പ്രകാശൻ എന്ന് പറഞ്ഞിട്ട് 3 4 മിനി മാസ്റ്റ് ലൈറ്റ് ഇട്ടതുകൊണ്ട് ഹൈമാസ്റ്റ് പ്രകാശൻ എന്ന് പറഞ്ഞ് പേരിട്ടേക്കുന്നത് കാര്യം അറിയത്തില്ല. കോവിഡ് സമയത്ത് നമ്മുടെ കേരള സർക്കാരിന് സഹായിക്കാൻ അവരാരും സഹായിച്ചില്ല. നമുക്ക് തന്ന അരിയുടെ പൈസ അവരെടുത്തുകൊണ്ട് പോയതാണ്, തിരിച്ചു മേടിച്ചുകൊണ്ട് പോയതാണ് കേന്ദ്രം എന്ന് പറയുന്നത്.